ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആക്കുളം ബോട്ട് ക്ലാസ്സിലാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ അങ്ങ് കയറി ചെന്ന് ആദ്യം തന്നെ നമ്മൾ താറാവിലേക്ക് കയറി. പിന്നെ എൻ്റെ അമ്മേനെയും കൂട്ടി വന്നു. ഇതാണ് ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിലൊക്കെ ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റി, ഈ പുഴയിലൊക്കെ. ഇത് നമ്മളൊന്നും പിന്നെ സമയമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് കയറത്ത്. ഇത് ഞാൻ എടുത്തെടുത്ത് എൻ്റെ അമ്മയ്ക്ക് എടുത്തെടുത്ത വീഡിയോസ് ഇല്ല. ഇതൊക്കെ എൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ആണ് ഗായ്സ്. കണ്ടില്ലേ എന്ത് ഭംഗിയായില്ലേ? നിങ്ങളെവിടെ ഒന്ന് നോക്ക്, വൈകുന്നേരമൊക്കെ വന്ന് നോക്ക്. ഇപ്പം മഴ സമയമായി, എന്നിട്ട് മഴയൊന്നും പെയ്യണില്ല. നമ്മളെ പറ്റിക്കുന്നു മഴ. കണ്ടില്ല, അമ്മൂമ്മമാരൊക്കെയാണ് കയറിയിരിക്കുന്നത്. അതൊക്കെ അത്ഭുതം, അമ്മൂമ്മമാരൊക്കെ കയറി. പിന്നെ മേലോട്ട് നോക്കിയിരിക്കുന്ന കാര്യം, ഒരു മുട്ടം ബോൾ പോലത്തെ വവ്വാലുകൾ എങ്ങനെ ഇരിക്കണം. നല്ല രസമുണ്ടല്ലേ? വവ്വാല് തൂങ്ങിക്കിടക്കും. ഞാൻ വിചാരിച്ചു എന്തൊരു പഴങ്ങളൊക്കെ തൂങ്ങിക്കിടക്കുകയാണെന്ന്. പിന്നെ വിശപ്പ് തുടങ്ങി ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വെച്ചു. ചോക്കോബാർ എൻ്റെയും വാനില അമ്മയുടെയാണ് കേട്ടോ. അമ്മയ്ക്ക് വാനില പിടിക്കത്തുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോയത് പൂളിലോട്ടാണ് കേട്ടോ. ഈ പൂളിലൊന്നും അധികമായിട്ട് ഇറങ്ങണ്ട. ഇതൊന്നും കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകൾ കുറേ ഉണ്ട്, അതുകൊണ്ട് പൂളിലൊക്കെ എല്ലാവരും കുളിച്ചിറങ്ങുന്നതാണ്. പക്ഷെ അഴുക്കൊക്കെ കാണും കേട്ടോ. നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾ ഇറങ്ങിക്കോളൂ. വലിയ അഴുക്കൊന്നും നല്ല നൈസ് പൂളാണ്. പക്ഷെ ഇതാണ് ബ്രിഡ്ജ്. എങ്ങനെയുണ്ട് നമ്മൾ ബ്രിഡ്ജ് കാണാൻ? അതിനെ പറ്റിയൊക്കെ ഞാൻ പറയാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു പാർക്കുണ്ട്, കണ്ടില്ലേ? അതിലൊക്കെ കുട്ടികൾ കുറേ കാണും, വലിയ പിള്ളേരും കാണും. കണ്ടില്ലേ? ഇവിടെ കൂടെ ഒരു വലിയ സ്ലൈഡ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ ചേർന്നപ്പോൾ ഇതുപോലത്തെ ഒരു സ്ലൈഡിൽ കയറി. അതിൽ കയറിയപ്പോഴോ ചൂടാണെന്നും പറഞ്ഞ് ഞാൻ തിരിച്ചറിഞ്ഞു. നെക്സ്റ്റ് ആയിട്ട് SSC ചെയ്യാമെന്ന് വിചാരിച്ചു. SSC ആണ് നല്ല കാര്യങ്ങളൊക്കെ തന്നെ, ചീത്ത കാര്യമൊന്നുമല്ല. കണ്ടില്ലേ? നെക്സ്റ്റ് ആയിട്ട് പോയ പൂന്തോട്ടത്തിലേക്കാണ് കേട്ടോ. ഇവിടെ അത്രയും പൂക്കള കളികളാണ് കേട്ടോ. ഇപ്പം ഞാൻ പിടിക്കാൻ പോകുന്ന ഈ ചെടി കണ്ടില്ലേ? ഈ ചെടി നല്ല ഭംഗിയും ഒക്കെയാണ്. മഞ്ഞ സ്ഥലത്തൊക്കെ കറക്റ്റ് മഞ്ഞ് വീണ പോലെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ എടുത്തുകൊടുത്ത എൻ്റെ അമ്മയുടെ വീട്. കണ്ടില്ലേ? ഇവിടെ നല്ല പൂക്കളാണ്. എന്താ ഇല്ലാത്ത ഇവിടെ? എല്ലാം ഉണ്ട്. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ കയറാം. ഞാൻ ടിക്കറ്റ് എടുത്ത് കുറച്ച് സാധനങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. നിങ്ങൾക്കും കയറാം. ഓക്കെ? കണ്ടില്ലേ? നല്ല പൂന്തോട്ടത്തിലാണ് നമ്മുടെ പോക്കുകൾ. ഈ കടലാസ് പൂവിനെ നോക്കിക്കേ, ഈ പിങ്കിനെ എന്ത് ഭംഗിയാണ് അല്ലേ? ഓറഞ്ചും റെഡും ഒക്കെ. നമുക്ക് നേരെ പോകുന്നത് മേളിലോട്ടാണ്. മേളിലോട്ട് കയറാൻ കുറച്ച് പാടായിരിക്കും ഗൈസ്. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ 2 വട്ടം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. സ്റ്റെപ്പ് അങ്ങ് കുത്തമ്മിനാറ് പോലെ ഇങ്ങ് ഇരിക്കുക. കണ്ടില്ലേ? സ്റ്റെപ്പ് കയറി അങ്ങ് തളർന്നു പോയി. ഇതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജിനൊക്കെ ഭയങ്കര പൈസ കൊണ്ട് കയറിയിട്ടില്ല നമ്മൾ. ഇല്ലേ? ഭയങ്കര പൈസയായി. ഇതാണ് ഈ മേലെ നിന്ന് താഴോട്ട് നോക്കിയാണ് എൻ്റെ വ്യൂ. എന്ത് ക്യൂട്ടല്ലേ? ബ്രിഡ്ജാണെങ്കിൽ ബ്രിഡ്ജിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മണ്ടയിലൊക്കെ കയറി കുറേ ആൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കേയൊക്കെ ആയി. അതുകൊണ്ട് നമ്മളൊന്ന് പോവാനായി തയ്യാറായില്ല. അതാണ് പൈസ. പിന്നെ അങ്ങ് വിശപ്പങ്ങ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. സ്ട്രോബെറിൻ്റെയും പിസ്തേ അമ്മയുടെയാണ് കേട്ടോ. ഞാൻ അമ്മയത്ത് ചോദിച്ചു എനിക്ക് ടിക്കറ്റ് എടുത്ത് കയറണം. അപ്പോൾ അമ്മ പറയുന്നു നിനക്ക് ടിക്കറ്റ് എടുത്ത് കയറണോ? അതെ, ഐസ്ക്രീമാണ്. അപ്പം എനിക്ക് വിശപ്പ് തുടങ്ങി. ഐസ്ക്രീം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കണ്ടില്ലേ? ആ വ്യൂ ഒക്കെ നമ്മൾ അവിടെ നിന്ന് കാണും.
കേട്ടോ. ഇതൊക്കെ ഇവിടെയുള്ള എല്ലാം ടിക്കറ്റ് എടുത്താണ് കയറണം. ഐസ്ക്രീമും അതും എല്ലാം പൈസ എടുത്ത് വാങ്ങിച്ച് കഴിക്കണം. കണ്ടില്ലേ? ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ ധൈര്യം. ഞാൻ കയറാമെന്ന് വെച്ചപ്പോഴും അപ്പം അമ്മയ്ക്ക് പേടി, അമ്മ കയറ്റണില്ല. ഇത് ബ്രിഡ്ജാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റൈലൊക്കെ ഇതല്ലേ, അതിനും നമ്മളെപ്പോലെയൊക്കെ ഒരുങ്ങി കളിക്കണ്ടേ. അതിൻ്റെ സ്റ്റൈലൊക്കെ ഇതൊക്കെ തന്നെ, നമ്മളെക്കാളോ ഭംഗിയാണ്. കണ്ടില്ലേ? ഇതൊക്കെ ആകാശങ്ങളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൊക്കെ കാണാം. കണ്ടില്ലേ? പിന്നെ അതാ എൻ്റെ ആംഗ്യങ്ങൾ, എൻ്റെ അമ്മയ്ക്ക് എടുത്ത് കൊടുത്ത വീഡിയോസൊക്കെയാണ് ഇത്. കണ്ടില്ലേ? കുട്ടികൾ വരെ കാർ ഓടിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്ത് ക്യൂട്ടല്ലേ ഇവിടെ നിന്ന് നോക്കുന്നത്. നമ്മൾ പിന്നെ താഴോട്ട് പോയി, പിന്നെ കുറച്ച് കളിച്ച് വീണ്ടും വവ്വാലിനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് വീണ്ടും കുറച്ച് കളിച്ച്. കണ്ടില്ലേ? പിന്നെ വിളിക്കാൻ എൻ്റെ അച്ഛൻ വന്നു, നമ്മൾ പോകാൻ പോണു. കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ വേറൊരു പൂന്തോട്ടം ഇപ്പോഴാണ് കണ്ടത്. ഒന്ന് കയറി ഒന്ന് നോക്കി. കണ്ടില്ലേ ഇവിടുത്തെ പൂക്കളൊക്കെ? എന്ത് ക്യൂട്ടാണെന്നാണ് പറയാനുള്ളത്. കണ്ടില്ലേ? ഇത് താഴെ നോക്കണം, എൻ്റെ വ്യൂകളാണ്. കണ്ടില്ലേ? എന്ത് ക്യൂട്ടാണല്ലേ? പിന്നെ ആരും വന്നിട്ടില്ലല്ലോ, എല്ലാവരും കാണണം. ഓക്കെ, അടുത്ത വീഡിയോ എന്തൊക്കെ ഇടണമെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.